അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല. അൽഹംദുലില്ലാ. ഉമർ ബിൻ അൽ ഖത്താബ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതളശാദ്വരങ്ങളിൽ സുഖിക്കുന്നല്ലയോ മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ചൊരുവനാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ. ഇസ്ലാമിനോടുള്ള കത്തിജ്വലിക്കുന്ന രോഷം അത് ഉമറിൻ്റെ അന്തരംഗത്തിൽ ഇങ്ങനെ നീറി പടരുകയാണ്. ഇസ്ലാമിന് പൂർവികരോട് വലിയ എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം കരുതി. അതാണ് അയാളെ കൂടുതൽ രോഷാകുലനാക്കിയത്. കാലാകാലങ്ങളായിട്ട് അവിടെ നിലനിന്നു വന്നിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ബഹുദേവതാരാധന, വിഗ്രഹാരാധന, അതിനോടൊന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇസ്ലാമിന് കഴിയുമായിരുന്നില്ല, നബി തിരുമേനിക്ക് കഴിയുമായിരുന്നില്ല. അതും അയാളുടെ ശത്രുതയ്ക്കൊരു കാരണമായി, ഉമറിൻ്റെ ശത്രുതയ്ക്കൊരു കാരണമായി. പരമ്പരാഗതമായ രീതിയിലുള്ള ചില വിശ്വാസ സംഹിതകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസ രീതികളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം, നബി തിരുമേനി അടക്കം, നബി തിരുമേനിയുടെ ആളുകളും. അദ്ദേഹത്തിൻ്റെ വിരോധം വലിയ രൂപത്തിൽ അദ്ദേഹത്തിലേക്ക് കടന്നു ചേരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. വാസ്തവത്തിൽ അവരുടെ കാരണവന്മാരുടെ കാരണവന്മാരും കെട്ടിപ്പൊക്കിയ സാമൂഹിക നീതി, അതിനെ ചോദ്യം ചെയ്ത മുഹമ്മദ് ആരാണ്? ദ്രോഹിയല്ലാതെ പിന്നെ ആരാണ്? ഇതാണ് ഉമറിൻ്റെ ചോദ്യം. അതുകൊണ്ട് പുതിയ മതത്തെ തകർത്തേ മതിയാവും. ആ കാര്യത്തിന് ഉമറിന് രണ്ട് അഭിപ്രായമില്ല. തങ്ങളുടെയൊക്കെ ആചാരങ്ങളെ താങ്ങി നിർത്തുക തന്നെ ചെയ്യണം. ഇതുവരെയുള്ള വിശ്വാസങ്ങൾക്കൊരു കോട്ടവുമില്ല, അത് കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. പല രൂപത്തിലും ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ഉമർ ശ്രമിക്കുകയുണ്ടായി. മുസ്ലിങ്ങളെ എവിടെ കിട്ടിയാലും നല്ല അടി വെച്ച് കൊടുക്കും, ക്രൂരമായിട്ട് മർദ്ദിക്കും. ന്യായാന്യായങ്ങളൊന്നും നോക്കില്ല. മുസ്ലിമാണോ തല്ല്. പലരും പെടഞ്ഞ് ബോധം കെട്ട് വീഴുന്നവരെ തല്ലിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടായില്ല. അവരുടെ നാവിൻ തുമ്പിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ, സത്യമാർഗത്തിൻ്റെ വചനങ്ങളെ വന്നിരുന്നുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള. എത്ര തല്ല് കിട്ടിക്കഴിഞ്ഞാലും അവിടെയുള്ള കല്ലിലും മണ്ണിലും മരത്തിലും കൊത്തിവെച്ച ദൈവങ്ങളെ വണങ്ങാൻ ഇനി ഞങ്ങളെ കിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവർ അന്തരംഗത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നത്. അതുകൊണ്ട് മർദ്ദനങ്ങൾക്ക് വിജയത്തെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, ആക്രമണങ്ങളൊന്നും ഫലിച്ചില്ല. ഒരുപാട് പരിഹസിച്ചു. അതും ആ പരിഹാസവും തിരിച്ചൊന്നും പറയാതെ അവർ ഏറ്റുവാങ്ങി. ആയിക്കോട്ടെ. പ്രകോപനങ്ങളുണ്ടാക്കി. അതുകൊണ്ടും ഇസ്ലാമിനെ പിന്തുടരുന്ന ആളുകളെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ അതിനൊന്നും ഉമറിന് കഴിഞ്ഞില്ല. ഒരുപാട് പ്രലോഭനങ്ങൾ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഖുറൈശികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മുടെ ദൈവങ്ങൾ ഉസ്സാലാത്ത മനാത്ത അവരെ മറക്കരുത് എന്നുള്ള പ്രലോഭനങ്ങൾ
അതിൻ്റെ പേരിൽ അവർക്ക് വീട് കെട്ടിത്തരാം എന്നുള്ള രീതിയിലുള്ള പ്രലോഭനങ്ങൾ അതൊന്നും അവിടെ ഏശിയില്ല. ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഉമർ കാണുന്നത് എന്താണ്? അവിടുത്തെ അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാൻ, ഖുറേശികളുടെ പീഡനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, ഉമറിൻ്റെ ഭീഷണിയിൽ നിന്ന് വരെ മോചനം പ്രാപിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തും ആൾക്കാരൊക്കെ കിട്ടിയതും കയ്യിലെടുത്ത് നാട് വിടുകയാണ്, മക്കാദേശം വിട്ടുപോവുകയാണ്. അതാണ് ഉമർ കാണുന്നത്. അത് കണ്ടത് അദ്ദേഹത്തെ വലിയ വിഷമത്തിലാഴ്ത്തി. കാരണം അദ്ദേഹം ഒരു അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം അത് തല ഉയർത്തി. അദ്ദേഹത്തിന് തോന്നി തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ തെറ്റുകളുണ്ടാകുന്നുണ്ട്, അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരികളുണ്ട്. അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ കാരുണ്യം, അടക്കി വെച്ച കാരുണ്യം പുറത്തേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹം ഓർത്തു, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താരീതികളില്ലേ, അതുമായിട്ട് അവരവിടെ കഴിഞ്ഞു കൂടിക്കോട്ടെ. നമ്മളവരെ ഒരുപാട് ദ്രോഹിച്ചു, പാവങ്ങളാണ് അവർ. തിരിച്ച് ദ്രോഹിച്ചോ? ദ്രോഹിച്ചില്ല. തിരിച്ച് കുറ്റം പറഞ്ഞോ? പറഞ്ഞില്ല. തിരിച്ച് കളിയാക്കിയോ? കളിയാക്കിയില്ല. എല്ലാം സഹിച്ചവരാണ് അവർ. അവർ പോകുകയാണ് അവിടുന്ന്. സ്വന്തം നാട് വിട്ട്, കാലാകാലങ്ങളായിട്ട് ജനിച്ചു വളർന്ന് നാട് വിട്ട് അവർ പോവുകയാണ്, എവിടേക്കോ പോവുകയാണ്. അവരെവിടെയെങ്കിലും പോയി അവിടെ ആരാ ഉള്ളത്? അവർക്ക് അവിടെ എങ്ങനെയാണ് ജീവിക്കുക? ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കുറേ പാത്രങ്ങളും കുറച്ച് ധാന്യങ്ങളും വെച്ച് അവിടെ ജീവിക്കാൻ കഴിയൂ? അവിടെ അവർക്ക് താമസിക്കാൻ ഇടമുണ്ടോ? വീടുണ്ടോ? സ്വത്തുണ്ടോ? അവരെ കുടുംബ ബന്ധങ്ങൾ പിന്നെ അവിടെ കാത്തു സൂക്ഷിക്കാൻ പറ്റും? കുറേ ആൾക്കാർ ഇവിടെ, കുറേ ആൾക്കാർ അവിടെ. അവിടുത്തെ ജനങ്ങൾ ഇവർക്കുമായിട്ട് എന്താ ബന്ധം? പിന്നെ എങ്ങനെയാണ് അവരവിടെ കഴിഞ്ഞുകൂടുക? അബൂ ഹസ്മയുടെ മകള് ഉമ്മു അബ്ദുള്ളയുമായി നടന്ന സംഭാഷണം ഈ ഒരു അദ്ദേഹത്തിൻ്റെ മനോഗതം അത് അനാവരണം ചെയ്യുകയാണ്. അവരും യാത്രയ്ക്ക് ഒരുങ്ങി. അബൂ ഹസ്മയുടെ മകള് ഉമ്മു അബ്ദുള്ള അവർ യാത്രയ്ക്ക് ഒരുങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മൃദുവായ സ്വരത്തിൽ ചോദിച്ചു, നീ പോവുകയാണോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവിടുന്ന് ഇറങ്ങിത്തിരിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ തല്ലുകയല്ലേ? നിങ്ങൾ ഞങ്ങളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതുപോലെ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയില്ല. ഏതായാലും അള്ളാഹു ഒരുവനുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് വിശ്വാസമാണ്, അവൻ ഞങ്ങൾക്ക് മോചനം നൽകും. എവിടെ പോയാലും ഞങ്ങൾക്ക് മോചനം നൽകും. അവരത്രയും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഉമർ അത്രയും പറഞ്ഞു അവരോട്. ഏതായാലും ഇതൊരു മനംമാറ്റത്തിൻ്റെ ലക്ഷണമാണ്. തല്ലാനോ അടിക്കാനോ തടയാനോ നിന്നില്ല. ഈ ഒരു കാര്യം ഉമ്മു അബ്ദുള്ള ഭർത്താവിനോട് ഈ കാര്യം ചെന്ന് പറഞ്ഞു. ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഇപ്രകാരമാണ് പറഞ്ഞത്, നീ വിചാരിച്ച പോലെയല്ല ഉമർ ഒരിക്കലും മുസ്ലിം ആവില്ല. അവൻ്റെ അച്ഛൻ ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഖത്താബിൻ്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല. പക്ഷെ കാര്യം അങ്ങനെയായിരുന്നില്ല. യഥാർത്ഥത്തിൽ തൻ്റെ സ്വന്തം ആളുകൾ, തൻ്റെ സ്വന്തം ബന്ധുക്കൾ, തൻ്റെ നാട്ടുകാർ, തൻ്റെ അയൽക്കാർ അവരൊക്കെ ഈ നാട് വിട്ടു പോകുന്നു. അതിന് കാരണക്കാരൻ താൻ കൂടിയാണ്. അതൊക്കെ ഓർക്കുന്ന സമയത്ത് ഉമറിന് കുറച്ച് മനോവിഷമമുണ്ടായി. അപ്പോഴും മനസ്സിൽ വന്നത്, ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ഇസ്ലാമാണ്. ഈ ഇസ്ലാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് ഗഡുവായിട്ടൊരു കാര്യം, അപകടകരമായിട്ടൊരു കാര്യം ഉണ്ടാക്കിയത് ആരാണ്? അത് മുഹമ്മദാണ്. അപ്പോൾ തായ്വേര് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ തടി അവിടെ നിൽക്കില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ പുതിയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ ഇല്ലാതാക്കണ്ട. ആ പ്രസ്ഥാനമാകുന്ന തായ്തടിയുടെ കീഴേ പോയിട്ടുള്ള മൂലാധാരമായിട്ടുള്ള തായ്വേരാണ് അറക്കുക. അതായത് മുഹമ്മദ് എന്ന് പറഞ്ഞ് വഴിതെറ്റി സഞ്ചരിക്കുന്നവൻ്റെ കഥ കഴിക്കുക. അപ്പോൾ പിന്നെ അവിടെ ഇസ്ലാം ഇല്ലാതായി പൊക്കോളും.
മക്ക പഴയ പോലെ തന്നെ ആ സൗഹൃദ അന്തരീക്ഷത്തിലേക്കും ശാന്തിക്കും സമാധാനത്തിനും ശാന്തിയുടെയും സമാധാനത്തിലേക്കും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ഈ മുഹമ്മദിൻ്റെ കഥ കഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തിട്ട് ഈ പുതിയ മതത്തെ ഇല്ലാതാക്കിയിട്ട് ആ പഴയ ലോകം തിരിച്ചു പിടിക്കുന്ന അദ്ദേഹം ശപഥം ചെയ്തു. പക്ഷെ അതിന് വലിയ അപകടമുണ്ടാകും. അതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കാതിരുന്നിട്ടില്ല. മുഹമ്മദിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പിഴുതെടുത്തു കഴിഞ്ഞാൽ അതുവരെ നിശബ്ദരായിരുന്ന ഹാഷിം കുടുംബം പിന്നെ അവർ വെറുതെ ഇരിക്കില്ല. നബി തിരുമേനിയോടൊപ്പം നിഴൽ പോലെ സഞ്ചരിക്കുന്ന അബൂബക്കർ, തൊൽഹദ് ബിൻ ഉബൈദുള്ള, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സയ്യിദ് ബിൻ അബി വഖാസി, അബു ഉബൈദ, സുബൈർ ബിൻ അവാമി, അവരുടെയൊക്കെയും ബന്ധുക്കളും മിത്രങ്ങളൊക്കെ തന്നെ കൂട്ടമായിട്ട് വരും. പിന്നെ തനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഉമറിനെ തേടി അവർ വരും. അവിടെ ഉമറിൻ്റെ കഥ കഴിയും. അത് മാത്രമല്ല, അത് വലിയ സംഘടനകൾക്ക്, ഉമറിൻ്റെ കഥ കഴിക്കൽ മാത്രമല്ല, വലിയ സംഘടനകൾക്ക് ഇടവരുത്തും. വലിയ വംശനശീകരണത്തിന് ഇടവരുത്തും. മക്കയുടെ എല്ലാ അന്തസ്സത്തെയും ചോർന്നു പോകും. ഇതുകൊണ്ടൊന്നും ഇസ്ലാം മതത്തെ ഇല്ലാതാക്കുക, അതിനുവേണ്ടി മുഹമ്മദിനെ ഇല്ലാതാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത, അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അല്ലാഹുവാണ് സത്യം. ഉമറേ, നീ സ്വയം വഞ്ചിതനായിരിക്കുകയാണ്. നൂഹയും പറഞ്ഞു, വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് പറഞ്ഞത്, മുഹമ്മദിൻ്റെ അന്ത്യം നിൻ്റെ കൈ കൊണ്ട് നിനക്ക് സാധിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അതിനുശേഷം ഈ ഭൂമിയുടെ മുകളിലൂടെ നിനക്ക് നിൻ്റെ രണ്ട് കാര്യം നടക്കാൻ കഴിയില്ല, മര്യാദയ്ക്ക് നടക്കാൻ കഴിയില്ല. അബ്ദു മനാഫിൻ്റെ കുടുംബം നിന്നെ പുകയാക്കി മാറ്റും. ഇത്രയും ന്യൂയും പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ പോടാ വിഡ്ഢിത്തം പറയാതെ. ഉമറോട് അദ്ദേഹം ന്യൂയും മറ്റു തന്ത്രം പ്രയോഗിച്ചു. ശരി, നീ മുഹമ്മദിനെ ഇല്ലാതാക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ കൂടെ അടുത്തേക്ക് ചെല്ല്. അതിന് മുമ്പ് നീ ആദ്യം നിൻ്റെ വീട് പോയിട്ട് നേരെയാക്കടാ ഉമറെ. ആദ്യം നിൻ്റെ വീട് നീ നേരെയാക്ക്. ഇതായിരുന്നു ന്യൂഐമിൻ്റെ ഒരു തന്ത്രം. ഉമറിൻ്റെ ശ്രദ്ധ താൽക്കാലികമായിട്ട് തിരിച്ചുവിടണം. അത് ഫലിച്ചു. ഉമർ ചോദിച്ചു, എൻ്റെ വീടോ? എൻ്റെ വീടും ഇസ്ലാമും തമ്മിൽ എന്താ ബന്ധം? ഞാനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, അതിൻ്റെ രക്ഷകനും ശിക്ഷകനും അതിൻ്റെ തലതൊട്ടപ്പനുമായിട്ടുള്ള മുഹമ്മദിനെ ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഞാനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഉമറേ, നീ നിൻ്റെ വീട്ടിലേക്ക് ചെല്ലേണ്ടത് ആദ്യമായിട്ട് നിൻ്റെ സഹോദരി ഫാത്തിമയുണ്ടല്ലോ, ആരാണെന്നറിയോ? അവൾ മുസ്ലിമാ. അവളുടെ ഭർത്താവ് സയ്യിദ് ബിൻ സയ്യിദ് ആരാണെന്നറിയോ? അയാൾ മുസ്ലിമാ. അവർ ഇസ്ലാം ആശ്രയിച്ചു കഴിഞ്ഞു, അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. നീ ആദ്യം അവരെ പോയിട്ട് ശരിയാക്കുക. അവരെ പോയി പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇടിക്കുകയെ തൊഴിക്കുകയെ നീ എന്തുകൊണ്ട് ചെയ്യും. എന്നിട്ട് നിനക്ക് മുഹമ്മദിനെ പോയി കാണാം. ഇതൊരു ഇടിവെട്ട് പോലെയാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് കയറിയത് ഈ വാർത്ത. പിന്നെ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. ശരിയല്ലേ,
എല്ലാ വിധത്തിലുള്ള നീതിയും മറ്റുള്ള കാര്യങ്ങളും ആദ്യം നടപ്പാക്കേണ്ടത് സ്വന്തം വീട്ടിലല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നീതിബോധം അങ്ങോട്ട് ഉണർന്നു. അദ്ദേഹത്തിൻ്റെ രോഷം ഒഴുകിയ വഴി മറ്റൊരു ഇതിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക് ആക്കി മാറ്റി, മറ്റൊരു ദിശയിലാക്കി മാറി. ശരിയാണ്, ആദ്യം സ്വന്തം വീട്ടിൽ സ്വന്തം പെങ്ങളും ഭർത്താവും മതം മാറിയിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, വേണമെങ്കിൽ 2 കുത്തു കൊടുക്കണം മൂക്കത്ത് എന്നും കരുതിയിട്ട് ആവേശത്തോടുകൂടി രോഷത്തോടുകൂടി കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ പോലെ അദ്ദേഹം ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ട് സ്വന്തം വീട്ടിലേക്ക്. ഉമർ ആ സമയത്ത് ഉമറിൻ്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു, എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അത് തീർക്കണം. അങ്ങനെ നേരെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വാതിലടച്ചിട്ടിരിക്കുകയാണ്. വാതിൽമ മുട്ടി. ആ സമയത്ത് അവിടെ ഹബ്ബാബുൽ അറത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം ഖുറാനിലെ ഒരു ഭാഗം ത്വാഹ എന്ന് പറയുന്ന അധ്യായം അതിങ്ങനെ വളരെ മനോഹരമായിട്ട് അവധാനതയോടു കൂടിയിട്ട് പാരായണം ചെയ്യുകയായിരുന്നു. ഫാത്തിമയും സയ്യിദും അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുട്ട് കേട്ട സമയത്ത് ആകെ തന്നെ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹബ്ബാബ് അവിടെ പിന്നെ നിന്നില്ല. അങ്ങനെയൊക്കെ അറിയായിരുന്നു, അങ്ങനെ എടുത്തിട്ട് കുത്തും, അതാണ് ഉമറിൻ്റെ സ്വഭാവം. അങ്ങനെ വീണ്ടും പിന്നീട് കൂടെ ഓടിപ്പോയി. ഫാത്തിമ എന്ത് ചെയ്തു, ഉടനെ തന്നെ ആ ഖുറാൻ അതിൻ്റെ ഏടൊക്കെയും അവിടെ വേണ്ടി മറിച്ച് എവിടെയോ കൊണ്ട് ഒളിച്ചു വെച്ചു. എന്നിട്ടാണ് കതക് തുറന്നത്. കതക് തുറന്ന ഉടനെ തന്നെ ഉമർ ഫാത്തിമയോട് ചോദിച്ചു, ഇവിടെ ഞാൻ കുറച്ച് ശബ്ദം കേട്ടല്ലോ, എന്താണ് ഇവിടുന്ന് കേട്ട ശബ്ദം? അകത്ത് കിടന്ന ഉടനെ അതാ ചോദിച്ചത്. അത് ഞങ്ങളെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ, ഞാനും എൻ്റെ ഭർത്താവും. ഫാത്തിമയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അതൊന്നുമല്ലെന്ന് മനസ്സിലായി. നീ കള്ളമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഖുറാൻ പാരായണം ചെയ്യുകയായിരുന്നു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഹമ്മദിൻ്റെ പിന്നണി പടയാളികളായിട്ട് മാറിയിരിക്കുകയാണ്, നിങ്ങൾ അവനെ അനുസന്ധാനം ചെയ്യുകയാണ്. എനിക്കത് മനസ്സിലായി കഴിഞ്ഞു. ഇത്രേ സമയത്ത് സയ്യിദ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ശരിയാണ് ഉമറേ, അതിൽ സംശയമൊന്നും വേണ്ട, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അത് സത്യത്തിൻ്റെ പാതയാണ്, സത്യസരണിയാണ്, സന്മാർഗത്തിൻ്റെ പാതയാണ്, അത് ഞങ്ങൾ സ്വീകരിച്ചു. സയ്യിദ് ധൈര്യപൂർവ്വം അത് പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഉമർ അദ്ദേഹത്തെ തൂക്കിയെടുത്തു. ഉമറിൻ്റെ ബലിഷ്ഠമായിട്ടുള്ള ഉലയ്ക്ക പോലുള്ള കൈകൾ അദ്ദേഹത്തിൻ്റെ കരണ താഞ്ഞു പതിച്ചു. വീണ്ടും ഭർത്താവിനെ തല്ലാൻ നോക്കിയ സമയത്ത് ഫാത്തിമ ഇടപെട്ടു. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഉമർ ഉടനെ സഹോദരിയെയും ശക്തിയായിട്ട് അവരുടെ മുഖത്തടിച്ചു. അവരുടെ മുഖത്ത് നിന്നും തലയെവിടെയോ ഇടിച്ച് തലയിൽ നിന്ന് രക്തം താഴോട്ട് ഒഴുകാൻ തുടങ്ങി. ഇത്രയായപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടായി. അവർക്ക് കൂടുതൽ ധൈര്യമാണ് ഉണ്ടായത്. ആ സമയത്ത് ആത്മവിശ്വാസം ഉണ്ടായത്. ആ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഫാത്തിമ ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട്, അള്ളാഹുലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഞങ്ങളത് ചെയ്തുകൊള്ളുക. ശക്തിയുക്തം അവളത് പറഞ്ഞു. തൻ്റെ സ്വന്തം സഹോദരി ഇത്രയും പറഞ്ഞ സമയത്ത് പിന്നെ ഉമറിനൊന്നും പറയാനുണ്ടായില്ല. അവളുടെ ശരീരത്തിൽ നിന്ന് മുഖത്ത് നോക്കിയും ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയായപ്പോൾ ഉമറിൻ്റെ ആ മനസ്സ്, കരുണാർദ്രമായിട്ടുള്ള ആന്തരംഗം അതലിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കോപമെല്ലാം അവിടെ എവിടേക്കോ ലയിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വികാരവിക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നു. വികാരം മാറി വിചാരം തലപൊക്കി. അപ്പോൾ വിവേകം ഉദിച്ചു. കുറച്ചു നേരം ഉമർ അവരുടെ മുഖം താഴ്ത്തി അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത്
ഒരു സങ്കടം വന്ന് നിറഞ്ഞു, ശോകഭാവം വന്ന് നിറഞ്ഞു, ഹൃദയത്തിൽ പാപബോധമുണ്ടായി. ഉമർ വളരെ മൃദുവായിട്ടുള്ള ശബ്ദത്തിൽ പെങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വായിച്ചിരുന്ന ആ ഏട് എനിക്കൊന്ന് കാണിച്ചു തരൂ. പക്ഷേ അവരത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല, അവർക്ക് ഭയമായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും താണുകയാണ്, അപേക്ഷിച്ചു. അപ്പോൾ അയാളുടെ ആത്മാർത്ഥത അതൊന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ശരി, ആങ്ങളയോട് അവൾ പറഞ്ഞു, കുളിച്ച് ശുദ്ധിയായിട്ട് വരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലുള്ള ചൂട് അതൊന്ന് അടങ്ങാനും ഒതുങ്ങാനും കൂടിയുള്ളൊരു ഉപാധിയായിട്ടാണ് കുളിച്ചു വരാൻ പറഞ്ഞത്. ഉമർ തിരിച്ചൊന്നും പറഞ്ഞില്ല, സഹോദരിയുടെ കൽപ്പന സ്വീകരിച്ചു, കുളിച്ചു വന്നു. അൽഹംദുലില്ലാഹ്.